ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു പ്രോൺസ് റൈസ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പ്രോൺസ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു 350 ഗ്രാംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കറി വെക്കാനായാലും ഫ്രൈ ആയാലും പ്രോൺസ് എപ്പോഴും ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നത് നല്ലതാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത്രയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതൊരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കാം. ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ 2 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. ബസ്മതി റൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ കേട്ടോ. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ പ്രോൺസ് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട, ഒന്ന് സെമി ഫ്രൈ ആയാൽ മതി കേട്ടോ. 2 സൈഡും പാകത്തിനൊന്ന് ഫ്രൈ ആയാൽ മതി. പിന്നെ നമ്മൾ കുറച്ച് വേവിച്ചിട്ടുള്ളതും കൂടി കൊണ്ട് ഒന്നൊരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും കേട്ടോ. ഭയങ്കര ഡീപ്പ് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിരിക്കും പ്രോൺസ്. ഈ ബിരിയാണി റൈസും ഫിഷും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറൊരു പാനിലേക്ക് നമ്മുടെ സെയിം ഫിഷ് ഫ്രൈ ചെയ്ത് അതേ ഓയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാനിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2-3 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ 2 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്, ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ളത്. അതും കൂടെ നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് പച്ചമുളകും ഒരു 2-3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒരു ചെറിയ ബ്രൗണിഷ് കളറൊക്കെ ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആദ്യമേ തന്നെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. 3-4 ഏലക്കായയും 5-6 ഗ്രാമ്പും അതുപോലെ തന്നെ കറുകപ്പട്ടയുടെ 2-3 പീസും ഇതുപോലെ ഓയിലൊന്ന് സോട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സിലേക്ക് തന്നെ ആഡ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 തക്കാളിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയല്ല, മീഡിയം സൈസിലെ 2 തക്കാളിയും കൂടെ. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് സോട്ട് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചുവെച്ച് വേവിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. ബാക്കിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക, ഒന്ന് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ 2 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിരുന്നത്. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് കേട്ടോ. അതായത് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ്. അപ്പോൾ ആദ്യം റൈസ് മാത്രം ഇട്ടിട്ട് അതൊന്ന് എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്ത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. 1 സ്പൂണോ അല്ലെങ്കിൽ 3 സ്പൂണോ ഒന്നും ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ആവണ പോലെയൊക്കെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ 3 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തിളച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഒരു 4-5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും നമ്മുടെ അരി ഒരു 80% വെന്തിട്ടുണ്ടാവും. അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് നിരത്തി കൊടുക്കുക. അതുപോലെ ഒരു ഫ്ലേവറിനും സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട്. അത് ഒരു 5 മിനിറ്റും കൂടെ നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു പ്രോൺസ് റൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.